ആക്ച്വലി നമ്മൾ മനസ്സിലാക്കിയത് 20 EMA ഞാൻ കാര്യം പറയാം. 20 EMA ഉണ്ടല്ലോ, 20 EMA മീൻസ് 20 ലാസ്റ്റ് 20 ക്യാൻഡിൽസ്. 20 EMA ഉദ്ദേശം അതാണ്, ലാസ്റ്റ് 20 ക്യാൻഡിൽസിൻ്റെ മൂവിങ് ആവറേജ്. ദാറ്റ് മീൻസ് ആ ലാസ്റ്റ് 20 ക്യാൻഡിൽ എവിടെ മൂവ് ചെയ്യണേ അതാണ് 20 EMA ഉദ്ദേശം. മനസ്സിലായോ? ദാറ്റ് മീൻസ് ലാസ്റ്റ് 20 ക്യാൻഡിൽ ബുള്ളിഷ് ആണോ? 20 EMA മുകളിലാണെങ്കിൽ ദാറ്റ് മീൻസ് ബുള്ളിഷ് ആണ്. 20 EMA മുകളിലാണെങ്കിൽ ദാറ്റ് മീൻസ് ബുള്ളിഷ് ആണ്. 50 EMA അത് തന്നെയാണ്, 50 ക്യാൻഡിൽസിൻ്റെ മൂവിങ് ആവറേജ്. ദാറ്റ് മീൻസ് ലാസ്റ്റ് 50 ക്യാൻഡിൽസ് ലാസ്റ്റ് 50 ക്യാൻഡിൽസ് അതിൻ്റെ മുകളിലെ ആണോ ഇല്ല എന്ന്. സോ അതിൻ്റെ ഈ ആവറേജ് ഈ ലൈൻ, ഓക്കെ, ഇതല്ലേ നമ്മുടെ ഓറഞ്ച് ലൈനാണ്, മറ്റേ ഇതിൻ്റെ 50 EMA അതിൻ്റെ അബവ് ആണെങ്കിൽ ദാറ്റ് മീൻസ് പ്രൈസ് ബുള്ളിഷ് ആണ്, സ്ട്രക്ചർ ബുള്ളിഷ് ആണ് ഇൻ ഇൻട്രാഡേ. ഓക്കെ, സോ 20 and 50 ആണ് നമ്മളിപ്പോൾ കൂടുതലായിട്ട് പിടിക്കുക. ഓക്കെ.